ഭഗവദ്ഗീത ജീവിതത്തിന് ഒരു ദിവ്യ മാർഗദർശിനി. ഭാരതീയ ധാർമ്മിക തത്വചിന്തയുടെ പൊന്മുത്താണ് ശ്രീമദ് ഭഗവദ്ഗീത. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഭാഗമായ ഗീതയിൽ കൃഷ്ണപരമാത്മാവും അർജുനനുമായുള്ള സംഭാഷണമാണ് അതിന്റെ ഉള്ളടക്കം. ഏകദേശം 700 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം ആധ്യാത്മികത, ധർമ്മം, യോഗം, കർമ്മം, ആത്മവിശുദ്ധി, ജീവിതദർശനം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളാണ് സമർപ്പിക്കുന്നത്. ഗീതയുടെ ഉദ്ഭവ സന്ദർഭം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പാണ്ഡവരും കൗരവരുമായുള്ള മഹായുദ്ധത്തിന് തുടക്കമാകുമ്പോൾ അർജുനൻ കൺമുനമ്പിൽ കാണുന്ന ബന്ധുക്കളെ, ഗുരുമാരെ, സുഹൃത്തുക്കളെ കണ്ട് വിഷാദത്തിലാവുന്നു. ഇങ്ങനെയൊരു സമയത്താണ് കൃഷ്ണന് അർജുനനെ ഉദ്ധരിക്കാൻ ഭഗവദ്ഗീത പ്രസ്താവിക്കുന്നത്. അർജുനന്റെ സംശയങ്ങൾക്കും വിചാരങ്ങൾക്കും ഉത്തരം നൽകുന്നതിനോടൊപ്പം സത്യമായ ജീവിതമാർഗത്തിന്റെയും ആത്യന്തിക മോക്ഷത്തിന്റെയും ഉപദേശങ്ങളാണ് കൃഷ്ണൻ നൽകുന്നത്. ഗീതയുടെ ഭാഗങ്ങൾ. ഭഗവദ്ഗീതയുടെ 18 അധ്യായങ്ങൾ വിവിധ തലങ്ങളിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അർജുന വിഷാദയോഗം. അർജുനന്റെ ചിന്തകളും മനസ്സിലുള്ള സംഘർഷവുമാണ് വിഷയമായത്. സാംഖ്യയോഗം. ആത്മാവിന്റെയും ശാരീരികതയുടെയും വ്യത്യാസം വിശദമാക്കുന്നു. കർമ്മയോഗം. കർമ്മത്തിലൂടെ മോക്ഷം നേടാവുന്നതായി വിവരിക്കുന്നു. ജ്ഞാനയോഗം. ജ്ഞാനത്തിലൂടെ ആത്മവിശുദ്ധി നേടാം എന്ന് പ്രതിപാദിക്കുന്നു. സന്യാസയോഗം. സന്യാസം, കർമ്മയോഗം എന്നിവ തമ്മിലുള്ള ബന്ധം. ഇതുപോലെ ഓരോ അധ്യായവും വ്യത്യസ്ത ദർശനങ്ങൾ വിശദീകരിക്കുന്നു. ഭക്തിയോഗം. ആത്മവിശ്വാസം, സ്വധർമ്മം, ശാന്തിവൃത്തി തുടങ്ങിയവ. കർമ്മതത്വം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന ഗീതാശ്ലോകം ഗീതയുടെ ഹൃദയമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം നമുക്ക് കർമ്മം ചെയ്യാനുള്ള ഹക്ക് മാത്രമേയുള്ളൂ. ഫലത്തിൽ ആഗ്രഹമോ അവകാശമോ വേണ്ട. അർജുനനെ അതിന്റെ ദൗത്യത്തിലേക്ക് തിരികെ എത്തിക്കുന്ന ഈ ഉപദേശം ഇന്നത്തെ ജീവിതത്തിൽ പോലും അനന്തരഗുണം നൽകുന്നു. കർമ്മം നിർവഹിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫലത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. കർമ്മം കൃത്യമായി ചെയ്യുമ്പോൾ ഫലമോ അതിന്റെ പാരമ്യതയോ നമ്മെ ബാധിക്കില്ല. ആത്മതത്വം. ഭഗവദ്ഗീതയിലേക്ക് കടക്കുമ്പോൾ കൃഷ്ണൻ ആത്മാവിന്റെ അമരത്വം വിശദീകരിക്കുന്നു. നൈനം ചിന്തന്റെ ശസ്ത്രാണി നൈനം ദഹതി പാവക. ആത്മാവിനെ വാളുകളും തീയും ബാധിക്കില്ല. ഇത് ആത്മാവിന്റെ ശാശ്വതത്വം സൂചിപ്പിക്കുന്നു. ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അത് അനാദിയും അനന്തവുമാണ്. ഈ ആത്മവിശ്വാസം വ്യക്തിയെ ആത്മബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. യോഗതത്വം. ഭഗവത് ഗീത യോഗത്തിന്റെ വിവിധ രൂപങ്ങൾ അവതരിപ്പിക്കുന്നു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ധ്യാനയോഗം. ഓരോ വ്യക്തിയും അവന്റെ സ്വഭാവം, ചിന്താശൈലി, സാമൂഹിക സാഹചര്യം എന്നിവയ്ക്ക് അനുസരിച്ച് ഇപ്രകാരമുള്ള ഏതെങ്കിലും മാർഗം പിന്തുടർന്ന് ആത്മസിദ്ധിക്ക് കൈവരിച്ചേക്കാം. കർമ്മയോഗം. കർമ്മത്തിൽ ആയാസം ചെയ്യുക. ഫലത്തെക്കുറിച്ച് നിരാശഭാവം പുലർത്തുക. ജ്ഞാനയോഗം. ജ്ഞാനത്തെ ആശ്രയിച്ച് ലോകം തിരിച്ചറിയുക. ഭക്തിയോഗം. ഭഗവാനെ ഒറ്റ ഭക്തിയോടെ സമർപ്പിക്കുക. ഭക്തിയോഗം. ഭഗവത് ഗീതയിലെ അവസാന അധ്യായങ്ങളിൽ ഭക്തിയോഗത്തിന് പ്രത്യേക സ്ഥാനമാണ് നൽകുന്നത്. ഭഗവാനെ എല്ലാ ഹൃദയപൂർവമായ ഭക്തിയോടെ സ്മരിക്കുന്നവന് അദ്ദേഹം രക്ഷയായിത്തീരുമെന്ന ഉദ്ദേശമാണ്. പത്രം, പുഷ്പം, ഫലം, തോയം. ഭഗവാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത് ചെറിയതായിരിക്കാം, പക്ഷേ മനസ്സിലുള്ള ഭക്തിയോടെയുള്ളത് ആകണം. ഗീതയുടെ ആധുനിക പ്രസക്തി. ഇന്നത്തെ വേഗതയേറിയ സമ്മർദ്ദം നിറഞ്ഞ ജീവിതത്തിൽ ഭഗവദ്ഗീതയും അതിലെ ഉപദേശങ്ങളും അനന്തപ്രസക്തിയുള്ളവയാണ്. മാനസിക പ്രശ്നങ്ങൾ, ജോലിയിലുള്ള തീവ്ര മധ്യസ്ഥത, ആത്മവിശ്വാസം തകച്ച നില, വിധിപരമായ മാറ്റങ്ങൾ. എല്ലായിടങ്ങളിലും ഗീതാശാസ്ത്രം പ്രത്യക്ഷമായി സഹായകമാകുന്നു. നേതൃത്വം. ജീവനക്കാരോടുള്ള നീതി. ഒറ്റക്കെട്ടായി ജോലി ചെയ്യുക. ആന്തരിക സമാധാനം. അതിജീവന മാർഗങ്ങൾ. ചിന്താശുദ്ധി, ആത്മനിയന്ത്രണം എല്ലാം ഗീതാമന്ത്രങ്ങൾ വഴി മെച്ചപ്പെടുത്താവുന്നതാണ്. ഗീതയുമായി മഹാന്മാരുടെ ബന്ധം. മഹാത്മാഗാന്ധി, ശ്രീ അരവിന്ദൻ, സർദാർ പട്ടേൽ, തിൽക്ക്, വിവേകാനന്ദൻ തുടങ്ങിയവർ ഭഗവദ്ഗീതയെ അവരുടെ ആത്മവിശ്വാസത്തിന്റെയും സമൂഹ സേവനത്തിന്റെയും പ്രേരണയായാണ് കരുതിയത്. ഗാന്ധിജിയുടെ ആത്മനിർഭരത്വം, സത്യനിഷ്ഠ, അഹിംസാവാദം തുടങ്ങിയവ ഗീതയിലൂടെയാണ് വളർന്നത്. ഉപസംഹാരം. ഭഗവദ്ഗീത ഒരു മതഗ്രന്ഥം മാത്രമല്ല, അത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ആഴത്തിൽ ഉണർവു നൽകുന്ന ആത്മസഞ്ചാരമാണെന്ന് പറയാം. അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ കാലത്തും അനുയോജ്യമായവയാണ്. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഃ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. ധർമ്മം തകർന്നു പോകുമ്പോഴും അധർമ്മം വളരുമ്പോഴും ഭഗവാൻ ലോകത്തിൽ അവതരിക്കുന്നു. ഗീത ഇതിലൂടെയാണ് അവസാനിക്കുന്നത്. മനുഷ്യനായി നമുക്ക് ചെയ്യേണ്ടത് സത്യമെന്ന ദിവ്യശക്തിയെ വിശ്വസിക്കുകയും കർമ്മത്തിൽ നിന്ന് പിന്തിരിയാതെ ആ ആത്മവേദനയെ അതിജീവിക്കുകയുമാണ്. ഇത് ജീവിതമാക്കാനായി വായിക്കേണ്ട പുസ്തകമാണ്. മതം മാറിയാലും ഗീതയുടെ സാരം മാറില്ല.